സുന്നി വിദ്യാർത്ഥികൾ സംഘടിച്ചു വരണം. ആശയ തീവ്രത അവരിൽ വളരണം. അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം. ഇബാദത്ത് എന്ന ലക്ഷ്യം പ്രധാനമായി അവർ എടുക്കണം. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് SSF രൂപീകരിക്കുന്നത്. SSF രൂപീകരിക്കണം എന്നൊരാശയം അന്നത്തെ സുന്നി ടൈംസിൽ ഈ വിനീതൻ എഴുതിയപ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ അന്ന് വരികയുണ്ടായി. പ്രതികരണ വേദിയിൽ വന്ന ഒരു ഹെഡിങ് ഇപ്പോഴും ഈ വിനീതന് ഓർമ്മയുണ്ട്. എണ്ണത്തിൽ വേണ്ട, വണ്ണത്തിൽ മതി എന്നായിരുന്നു. MSF മാത്രം മതി, ഇനി മറ്റൊരു സംഘടനയും വേണ്ട എന്നായിരുന്നു ആ ലേഖനകർത്താവ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മനസ്സിൽ ഒരു ചോദ്യം വന്നു. MSM എന്ന സംഘടന ഉണ്ടായിക്കഴിഞ്ഞല്ലോ, ആ സമയത്ത് എന്തുകൊണ്ട് ഇവർക്കാർക്കും തന്നെ ആ രംഗത്ത് എതിർപ്പില്ലാതെ പോയി? വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന ഈ വിനീതന്റെ കുറിപ്പിന് നല്ല പ്രതികരണമുണ്ടായി. രൂപീകരണത്തിന്റെ പശ്ചാത്തലം വന്നത് ജാമിയ നൂരിയയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു. അന്നത്തെ വന്യരായ പ്രിൻസിപ്പൽ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ നൂറുൽ ഉലമ വിദ്യാർത്ഥി സംഘടന സമീപിക്കുകയും അവിടെ ഒരു കൺവെൻഷൻ നടത്തുന്നതിന് സമ്മതം വാങ്ങുകയും ചെയ്തു. ആ കൺവെൻഷനിൽ വെച്ച് ആലോചന നടന്നു. വിവിധ അഭിപ്രായങ്ങൾ വന്നു. സംഘടിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ രണ്ടഭിപ്രായമില്ലായിരുന്നു. അവിടെ വെച്ച് തന്നെ സംഘടന രൂപീകരിക്കപ്പെടുകയും ചെയ്തു. സംഘടന നിരന്തരമായി വളർന്നുകൊണ്ടിരുന്നു. ഏതൊരു സംഘടന വളരുമ്പോഴും വേറെ ചില സംഘടനയെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിൽ SSFന് എതിർപ്പുകൾ വന്നു. SSF എങ്ങാനും വളർന്നു വന്നാൽ സാമുദായിക രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾക്കും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും അത് ക്ഷീണമാണ് എന്ന ചിന്ത പലരുമുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും SSF വിദ്യാർത്ഥി സംഘടന പിന്നോട്ട് പോയില്ല. കാലം മുന്നോട്ട് നീങ്ങിയതനുസരിച്ച് സംഘടന വളർന്നുകൊണ്ടേയിരുന്നു. ഓർഗനൈസേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ സിസ്റ്റമാറ്റിക്കലി ടു അച്ചീവ് എ ഗോൾ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനക്ക് ഒത്തുചേർന്നിരിക്കുന്നു എന്നതാണ്. SSFന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് പറയാം. സംഘടനക്ക് അത്ഭുതകരമായ വളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്.